ഡൽഹിയിൽ ഭൂചലനം. അതെ, രാജ്യതലസ്ഥാനത്തെ വിറപ്പിച്ച് ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭൂചലനത്തിന്റെ പ്രകമ്പനം 5 മുതൽ 10 മിനിറ്റ് വരെ നീണ്ടുനിന്നുവെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത്. എന്നാൽ ഭൂചലനവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭൂചലനത്തിന്റെ തീവ്രത കൂടുതലായും തിരിച്ചറിഞ്ഞത് ബഹുനില കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരാണ്. ഇവർ ഭൂചലനം അനുഭവപ്പെട്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഈ പ്രകമ്പനം ന്യൂഡൽഹി, നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം, ഫരീദാബാദ് തുടങ്ങിയ മേഖലകളിലും അനുഭവപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഡൽഹിയിൽ നിന്നും 60 കിലോമീറ്റർ മാറി ഹരിയാനയിലെ ജഞ്ചറാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചത്. കഴിഞ്ഞ 5 മാസത്തിനിടെ ഡൽഹി മേഖലയിൽ അനുഭവപ്പെട്ട രണ്ടാമത്തെ വലിയ ഭൂചലനമാണ് ഇന്നത്തേതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 17-നായിരുന്നു സമാനമായ രീതിയിൽ ഡൽഹി NCRൽ 4.0 തീവ്രത അനുഭവപ്പെട്ട ഭൂചലനം ഉണ്ടായത്. ഡൽഹിയിലെ ദൌള കുവാനായിരുന്നു പ്രഭവ കേന്ദ്രം. ഇപ്പോൾ അടിക്കടി ഉണ്ടായിരിക്കുന്ന ഈ ഭൂചലനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഡൽഹി ഭരണകൂടവും. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.